ഹലോ! എല്ലാവർക്കും ചിങ്കാൻമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാവർക്കും ഹോട്ടലിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമുള്ള ചില വിഭവങ്ങളിലൊന്നാണ് ചില്ലി ഗോബി അല്ലെങ്കിൽ ഗോബി മഞ്ചൂരിയനൊക്കെ. പക്ഷെ നമുക്കൊരു ഇതുണ്ട്, ഇതൊക്കെ നമ്മളെ കൊണ്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷെ ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലും തയ്യാറാക്കിയെടുക്കാം. അത്രയും സിമ്പിൾ റെസിപ്പിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവം തന്നെയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പിയുടെ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മാത്രമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊന്ന് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഫുള്ള് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേകാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കോളിഫ്ലവർ ഞാൻ ഇതേപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അത് ഈ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ കോളിഫ്ലവറും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് മാത്രം നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ. വളരെ ഡീപ്പായിട്ടൊന്നും വേവിച്ചെടുക്കണ്ട. ജസ്റ്റ് അതിനെ ഒന്ന് കളർ ജസ്റ്റ് ഒരു ലൈറ്റ് യെല്ലോ ആയിട്ട് മാറി ഇതിൻ്റെ ഒരു കളറ്. അതൊന്ന് മാത്രം മതി. അത്രയും നേരം ഇതിനൊന്ന് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇവിടെ നല്ല രീതിയിൽ തന്നെ കളർ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിനെ വേറൊരു അരിപ്പയിലേക്കോ വേറെ പാത്രത്തിലേക്കോ ഒന്ന് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി ഇതുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ. അപ്പം അതിൻ്റെ ആദ്യത്തെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരക്കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ഉണ്ടല്ലോ, ആ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ മാവും നമ്മൾ തയ്യാറാക്കി എടുത്തുള്ളത്. എങ്കിൽ മാത്രമാണ് നമ്മുടെ കോളിഫ്ലവർ വറുത്തെടുക്കുമ്പോൾ അതുമ്മേ ഈ ബാറ്റർ പിടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും തിക്കിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഈ ഓരോ കോളിഫ്ലവറും ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എന്നാൽ മാത്രമാണ് ഇത് എല്ലാവർക്കും നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ കളറ് ഒന്ന് മാറി വരും. ഇപ്പോൾ കണ്ട കുറച്ച് ഡാർക്ക് ഒരു ബ്രൗണിലേക്കാണ് ഇതിൻ്റെ കളറ് മാറുന്നത്. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിനെ ഇതിലേക്ക് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല, കാരണം ഇത് നല്ല രീതിയിൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് വേർപെട്ട് പോരും. അപ്പോൾ അതൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് അടുത്ത ബാറ്ററും ഇതേപോലെ എടുത്തിട്ട് എല്ലാതും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവ് ഇത്തിരി കൂടി കൂടുതൽ വേണ്ടവരാണെങ്കിൽ 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇത് ഒരു 1/4 കപ്പ് ക്യാപ്സിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉണ്ടല്ലോ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഇത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് വേഗം വഴണ്ടി വരാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെയാണ് നമ്മൾ ഇതിനൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. അങ്ങനെ ഇത് അല്ലാതെ ഒന്ന് നന്നായിട്ട് തന്നെ വഴണ്ടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ദേ ഇതിലേക്ക് ഞാനിനി കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാമെന്ന്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ സോസാണ് കേട്ടോ, അതായത് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടൊമാറ്റോ സോസ് ഇട്ടതിന് ശേഷം ഇതിലേക്ക് സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സോയാ സോസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറി കിട്ടാനായിട്ടാണ് ഈ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ സോയാ സോസിന് ചെറിയ പുളിയും ഉപ്പൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി ഉപ്പ് ഇടുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ ഈ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറായിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നോക്കിയത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടിയും കളർ വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിനെ നന്നായിട്ട് വീണ്ടും നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ലോ കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഇതിലേക്ക് സ്പ്രിംഗ് ഓനിയൻ ആയിട്ടോ മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്പ്രിംഗ് ഓനിയൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ മുളപ്പിക്കണ സവാളയൊക്കെ മുളയ്ക്കുമ്പോൾ കിട്ടണതാണ്. പക്ഷേ അതിപ്പോൾ നമുക്കിവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട്, കടയിലൊന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാനിത് മല്ലിയില വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എല്ലാതും വീണ്ടും ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇതിവിടെ റെഡി ആവും. അതായത് ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കിട്ടും. ഇനി എനിക്ക് ഇതിന് കുറച്ച് കളറും കൂടി ഒന്ന് വേണമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഇതുണ്ടല്ലോ സോയാ സോസ്, അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ഒന്ന് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതേ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും കോളിഫ്ലവറൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. സിമ്പിൾ മെത്തേഡിലൂടെയാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയമൊന്നും വേണം, കാരണം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. പക്ഷേ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് വളരെ കുറവ് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.